ഇന്ന് ദൈവകൃപയാൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവവചനത്തിലെ സ്ത്രീകൾ എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെയാണ് ദൈവത്തിലെ സ്ത്രീകൾ ദൈവത്തെ അനുസരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചർച്ചാ വിഷയങ്ങൾ നടന്നതുകൊണ്ടും അപ്പൊ അതിൻ്റെ ബദലായിട്ട് പല ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വിശ്വാസികൾ ഉൾപ്പെടെ അതിനുവേണ്ടി സംസാരിച്ചിരുന്നു. സ്ത്രീകളുടെ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചതൊക്കെ നമുക്ക് അറിയാം. അത് വലിയ വിഷയങ്ങളായതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. അത് ആണും പെണ്ണുമായിട്ടായിരുന്നു സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 28-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഒരാളെയാണ് അനുഗ്രഹിച്ചത്, പുരുഷനെ മാത്രമല്ല സ്ത്രീയെയും അനുഗ്രഹിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി 2-ന്റെ-1 നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 2-ാം അധ്യായം 1-ാം വാക്യം: ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരങ്ങളും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തിയായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് അവിടെ കാണുന്നു. അപ്പം ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അത് നല്ലതിന് വേണ്ടിയായിരുന്നു. തൻ്റെ മക്കളായിട്ടാണ് താൻ അവരെ നിർമ്മിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ കാര്യം, അല്ലെ? മകനും മകളുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു: യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. അപ്പം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയൽ, മനുഷ്യൻ എന്ന് പറയുന്നത് പുരുഷനിൽ നിന്നാണ് ഒരു വാരിയൽ എടുക്കുകയാണ്. അപ്പൊ പുരുഷനെ ആയിരുന്നു ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അപ്പൊ പുരുഷന് തക്കതായ ഒരു തുണ വേണം, അല്ലെ? ഏണിയല്ല, തുണ വേണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു ദൈവം എന്ത് ചെയ്തത്? അങ്ങ് ഏദനിൽ എന്ത് ചെയ്തത്? വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി മാറ്റി എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ ക്രമേണയുള്ള വികാസത്താൽ പരിണാമം പ്രാപിച്ചതല്ല സ്ത്രീ, ദൈവത്തിന്റെ അതിവിശിഷ്ട സൃഷ്ടിയാണ് സ്ത്രീ എന്നുള്ള കാര്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൂതന്മാർ നിമിത്തം അധികാരത്തിന്റെ പ്രതീകമായ മൂടുപടം സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉണ്ടാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം 2 പേരെയും ദൈവം തുല്യമായിട്ടാണ് ദൈവം അവിടെ കാണുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ-1 നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യം: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാളും
പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്ത്രീയെ പറഞ്ഞ് വശത്താക്കിയ പിശാചിന്റെ കാര്യമാണ് പിശാചാകുന്ന പാമ്പ്, അല്ലെ? ഏദനിൽ കയറി വന്ന പിശാച് പാമ്പിനെ കുറിച്ച് പറഞ്ഞ് കൗശലമേറിയതായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? പാമ്പുകൾ എന്തായിരുന്നു? ഇന്ന് കാണുന്ന പാമ്പുകളെ പോലെ ഉള്ളതായിരുന്നില്ല അത്. ആദാമിന്റെ കാലത്തുള്ള വഞ്ചകമായ പാമ്പ്. ദൈവശാപം ഏൽക്കുന്നതിന് മുമ്പ് പാമ്പ് എല്ലാ മൃഗങ്ങളെക്കാട്ടിലും കൗശലമേറിയതായിരുന്നു. അന്ന് മണ്ണിൽ ഇഴഞ്ഞു നടക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ഭൂതങ്ങളുടെ നായകനായ സാത്താൻ പാമ്പിൽ കൂടി സംസാരിക്കുകയാണ്. ബൈബിളിൽ സാത്താന്റെ പ്രതീകമായിട്ടാണ് സർപ്പത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ 2 കൊരിന്ത്യർ 11:3 വായിക്കുമ്പോഴും വെളിപ്പാട് 12:9 20:2 വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സാത്താൻ അക്ഷരാർത്ഥത്തിലുള്ള പാമ്പല്ല. അവൻ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? പ്രലോഭിപ്പിച്ച് പാപ വഴികളിലേക്കും ദൈവത്തോടുള്ള അനുസരണക്കേടിലേക്കും നടത്താറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. മത്തായിയുടെ സുവിശേഷം 4:3 നമ്മൾ വായിക്കുമ്പോ, മത്തായിയുടെ സുവിശേഷം 4:3 നമ്മൾ വായിക്കും. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു, ആ യേശു ക്രിസ്തു ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ പിശാച് പരീക്ഷിക്കുന്നു, അല്ലെ? ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. 1 തെസ്സലോനിക്കർ 3:5 നമ്മൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കർ 3:5 നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഈ കാരണത്താൽ എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്നീ ചിന്തകളാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ച് എന്നവിടെ കാണുന്നു. അപ്പൊ എന്താണ്? സ്ത്രീയെ കൗശലമായി വഞ്ചിച്ചു സാത്താൻ. അങ്ങനെയാണ് ശാപം കിട്ടി മനുഷ്യൻ ഈ ഭൂമിയിലേക്ക്, അല്ലെ, മുള്ളും പറക്കാരിയും അതുപോലെ തന്നെ നെറ്റിയിലെ വേർപ്പും കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ ദൈവത്തിന്റെ മക്കളായ പുരുഷനും സ്ത്രീക്കും ഉണ്ടായത് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഇത് നമ്മൾ വായിക്കുമ്പോ 6:13 ഉൽപ്പത്തി 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നോഹയോട് കൽപ്പിക്കുകയാണ്, സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ സ്ത്രീയോ പുരുഷനോ എന്നുള്ള കാര്യമില്ല. പാപം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 കൊരിന്ത്യർ 11:3 നമ്മൾ വായിക്കുമ്പോ, 2 കൊരിന്ത്യർ 11:3 രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാമത്തെ വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സഭയുമായുള്ള ആ ഒരു, അല്ലെ, ആ ബന്ധം, കർത്താവായ യേശു ക്രിസ്തുവിന് സഭയായിട്ടുള്ള ബന്ധം എന്താണ്? ഹവ്വായും ആദമും തമ്മിലുള്ള, അതായത് കർത്താവായ യേശു ക്രിസ്തു 2-ാമത്തെ ആദമായിട്ടാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ ഹവ്വായെ എന്താണ്? സഭയാണ്, ഹവ്വായെ നിഴലാക്കി വെച്ചുകൊണ്ട് സഭയെ എന്താണ്? കർത്താവിന്റെ മണവാട്ടിയായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 1 തിമോത്തിയോസ് 2:14 നമ്മൾ വായിക്കുമ്പോൾ, 1 തിമോത്തിയോസ് 2:14 രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പിന്നെ ഹവ്വ ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്.
അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അത് എന്താണ് അങ്ങനെ പറയുന്നതിന് കാരണം? ലേഖനത്തിൽ അകപ്പെട്ടു, ആദാം ലംഘനം ചെയ്തില്ല എന്നല്ല പൗലോസ് ഇവിടെ അർത്ഥമാക്കിയിട്ടുള്ളത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, റോമർ 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ച, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും വ്യാപിച്ചു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോഴോ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹവ്വയാണ് ആദ്യം പാപം ചെയ്തത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കണ്ണിൽ സ്ത്രീയും പുരുഷനും എങ്ങനെയാണ്? ഒരുപോലെയാണ്. ഇപ്പൊ സ്ത്രീ ചെയ്തെന്ന് പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും എന്താണ്, രണ്ടു പേർക്കും ദൈവം ശിക്ഷ കൊടുക്കുന്നു, അല്ലെ? കാരണം തക്കതായ ഒരു തുണയായിട്ടാണ് ആദാമിന് ഹവ്വയെ ദൈവം കൊടുത്തത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ, സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങൾ, മനശ്ശെയുടെ മകനായ മഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹെഫേരിന്റെ മകനായ സിലോഫഗാദിന്റെ പുത്രന്മാർ അടുത്തു വന്നു. അവന്റെ പുത്രന്മാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞെന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായ്ക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്നും ഇല്ലാതാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രന്മാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം എന്ന് അവിടെ പറയുന്നു. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. മകനില്ലാതെ മരിച്ചാൽ, അവന് മകളില്ലായിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ദൈവവചനത്തിൽ സ്ത്രീയും പുരുഷനും തുല്യമായിരുന്നു നിയമങ്ങൾ എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ നിന്നും നമുക്ക് വിഷയമാകുന്നു. ഇനി നമ്മൾ സ്ത്രീകളുടെ വിധേയത്വം അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് സ്ത്രീകൾ കീഴടങ്ങിയിരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:16 നമ്മൾ വായിക്കുന്നു. 3:16 വരുമ്പോ 16-ാമത്തെ വാക്യത്തിൽ സ്ത്രീയോട് കൽപ്പിച്ച, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്ത്രീയോട് കൽപ്പിച്ചു. മനുഷ്യൻ പാപത്തിൽ വീണത് മുഖാന്തരമാണ് സ്ത്രീ മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണമെന്ന വ്യവസ്ഥയായി എന്നുള്ളതാണ്. എഫേസ്യർ 5:22 നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 5:22 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന വണ്ണം സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പൊ ഭാര്യയും ഭർത്താവിനെയും എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെയും സഭയും തമ്മിലുള്ള ബന്ധത്തിലാണ് ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അത്രയ്ക്ക് വളരെ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം അതുകൊണ്ടാണ് ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപെടുത്തരുതെന്ന് നമ്മൾ പറയുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. 3:18 രേഖപ്പെടുത്തുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. 3:18 എന്താ പറയുന്നത്? ഭാര്യമാർ എന്ത് ചെയ്യണമെന്നാണ്? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. അപ്പൊ ദൈവവചനം അനുസരിക്കുന്ന സ്ത്രീകളിലുള്ള ലക്ഷണങ്ങളാണ് ഇതെല്ലാം. കാരണം ഇത് വായിക്കുന്ന സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെയും എന്ത് ചെയ്യണം? അനുസരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 11-ാമത്തെ വാക്യത്തിൽ, സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടും കൂടി പഠിക്കട്ടെ. മൗനമായിരിക്കുവാനല്ലാതെ ഉപദേശിക്കുവാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ ദൈവിക ആത്മാവിൽ ഈ വചനം എഴുതുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദൈവഹിതമായിരിക്കുമല്ലോ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവഹിതം പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. കാരണം സ്ത്രീക്കുണ്ടാകേണ്ട ഗുണഗണങ്ങൾ, പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനും അതുപോലെ തന്നെ എന്താണ്, സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണ അനുസരണം വേണം, അനുസരണത്തോടെ പഠിക്കണം. മൗനമായി ഇരിക്കുവാനല്ലാതെ ഉപദേശിക്കുവാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, എന്തെന്നാൽ ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. 14-ാമത്തെ വാക്യം, ആദാം അല്ല വഞ്ചിക്കപ്പെട്ടത്, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു, ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് അവിടെ കാണുന്നു. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. അപ്പം സ്ത്രീയോടുള്ള കടമയെ കുറിച്ച് പറയുകയാണ്. വിശുദ്ധീകരണം വേണം, തന്നെ ശുദ്ധീകരിക്കപ്പെടണം, സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ എന്ത് ചെയ്യണം? മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തി. അപ്പം ഗർഭധാരണമൊക്കെ കർത്താവിന്റെ അനുഗ്രഹമാണ്, അല്ലെ? അല്ലാതെ ചില ആളുകളൊക്കെ ഇപ്പൊ പറയുന്നു അതൊന്നും വേണ്ട, അതൊന്നും ഇഷ്ടമില്ലാതെ പോകുന്ന സ്ത്രീ ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതെല്ലാം ദൈവിക അനുഗ്രഹങ്ങളാണ്, ദൈവം നൽകുന്ന നന്മകളാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ദൈവം നൽകുന്ന നന്മകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ്. അത് തിരസ്കരിക്കുന്നവർ തിരസ്കരിച്ചു കൊള്ളട്ടെ. പക്ഷേ എങ്കിലും ദൈവം വചനം വളരെ ശക്തിയായി അതൊരു അനുഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് ഉള്ള കാര്യം അതിനകത്ത് വ്യക്തമാവുന്നു. ഇനി 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ പെരുമാറ്റം കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ പെരുമാറ്റത്താൽ അവരെ നേടിയെടുക്കുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരമാക്കേണ്ട തൽമുടി പിന്നുന്നതും പൊന്നണിയുന്നതും മോടിയുള്ള വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെ പുറമേ ഉള്ളതല്ല, മറിച്ച് സൗമ്യതയും പ്രശാന്തവുമായ മനസ്സ് എന്ന് നശിക്കാത്ത ആഭരണമായ അന്തരാത്മാവ് തന്നെ ആയിരിക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ വളരെയധികം കണ്ടുവരുന്ന ഒരു വലിയ ബന്ധുക്കോസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് വെള്ള ഡ്രസ്സ്, ആഭരണങ്ങൾ. ഇതെന്ത് ചെയ്യുന്നു? പുറമേ ഉള്ള കാര്യമായി ഇതിനെ എടുത്തുകൊണ്ട്, കാരണം അന്തരാത്മാവിലാണ് ഇതൊക്കെയും സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് മനസ്സാണ് നന്നാവേണ്ടത് എന്നുള്ളതാണ്. കാരണം ദൈവത്തിന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ മന്ദിരം എന്ന് പറയുന്നത് അവനവന്റെ ശരീരത്തിലാണ്. അപ്പൊ പുറത്തെ കാര്യങ്ങളല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. പുറത്തെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായി ശ്രദ്ധ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായും കപടഭക്തിയിലാണ്. കാരണം മറ്റുള്ളവരെ കാണിക്കുവാനാണ് ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഭക്തയാണെന്ന് കാണിക്കാൻ, ഞാൻ കൂടുതൽ ഭക്തയാണ്, ഞാൻ അതുകൊണ്ട് ആഭരണം ഉപയോഗിക്കുന്നില്ല, എനിക്ക് ഭക്തി കൂടുതലാണ്. ആ ഭക്തി അല്ല ഇവിടെ പറയുന്നത്.
കർത്താവ് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവനാണ്. നിന്റെ ഉള്ളിലേക്കാണ് അവൻ നോക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാനിവിടെ ഈ വചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകൾ ദൈവവചനത്തില് ഉറ്റിരിക്കുന്നവരാകണം അല്ലെ. 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം അവരിൽ ആരെങ്കിലും, അതായത് പുരുഷന്മാര് വഴിതെറ്റുന്നെങ്കിൽ അവരുടെ, അതായത് സ്ത്രീയുടെ നല്ല നടപ്പ് നിമിത്തം അവൻ തിരിച്ചു വരുമെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സ്ത്രീകൾ ഭാര്യമാരെന്ന നിലയിലുള്ള കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ പറഞ്ഞു. എങ്കിലും കുറച്ച് വാക്യങ്ങൾ കൂടി അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ തിമോത്തിയിലേക്ക് വരുമ്പോ ഇവിടെ തന്നെ ആ വാക്യം ഞാൻ ശ്രദ്ധിച്ചു. പല ചെറുപ്പക്കാരികളായ സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ ഇത് കല്യാണം കഴിച്ചുള്ള സ്ത്രീകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് തിമോത്തിയിലാണ് നമ്മൾ വായിച്ചത്. 2:9 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കണം, അപ്രകാരം സ്ത്രീകളും വിനയത്തോടും സുബോധത്തോടും കൂടെ യോഗ്യമായ വസ്ത്രം ധരിച്ച് തങ്ങളെ അലങ്കരിക്കണം. തലമുടി വെണ്ണയും പൊന്നോ മുത്തോ വിലയേറിയ വസ്ത്രമോ എന്നിവയും കൊണ്ടല്ല, പ്രസ്തുത ദൈവഭക്തിയെ വെളിപ്പെടുന്ന സ്ത്രീകൾക്ക് ഉചിതമാവുമ്പോൾ സൽപ്രവൃത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത് അല്ലെ. ആഭരണം ഊരിക്കളഞ്ഞാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ എങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, സൽപ്രവൃത്തികൾ കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. വെള്ള സാരി ഉടുക്കുന്നതിലും അതുപോലെ തന്നെ ആഭരണം ഊരിക്കളയുന്നതിലും അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ള കാര്യമല്ല അവിടെ. സൽപ്രവൃത്തികൾ, നല്ല നല്ല പ്രവൃത്തികൾ എന്നുള്ളതാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നത്. അതിനെ തിരിച്ചു വെച്ച് ആഭരണം ഊരിക്കളയണം, വെള്ള ഡ്രസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വിശുദ്ധരായ ആൾക്കാർ കൂടെ ഉണ്ട്. വിശുദ്ധരെന്ന് ഞാൻ പറയില്ല എങ്കിലും, കാരണം പുറത്തുള്ള വിശുദ്ധി കാണിക്കുകയാണ്. അപ്പൊ അതാണ് തെറ്റായ ഒരു സംസ്കാരം എന്ന്, അല്ലെങ്കിൽ തെറ്റായ ഒരു രീതി. കാരണം ദൈവത്തിന്റെ മുമ്പിൽ ഇതൊക്കെ എന്താണ്, നഗ്നവും മലർന്നവുമാണ്, അവനെല്ലാം അറിയാം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വക കാര്യങ്ങൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങുകളിൽ, അപ്പൊ ഡ്രസ്സിങ്ങുകളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഇന്നത്തെ തലമുറ പലപ്പോഴും എന്താണ്, ആരെങ്കിലും ഒക്കെ കണ്ടായിരിക്കും അവരുടെ ഡ്രസ്സിങ്ങുകളും അതുപോലെ തന്നെ അവരുടെ ജീവിതവും ക്രമീകരിക്കുന്ന. റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും റോൾ മോഡലുകൾ പലരായിരിക്കും. കാരണം ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഒരാൾ ഇടുന്ന ഡ്രസ്സ് ഇപ്പൊ സിനിമയിലൊക്കെ കണ്ടുവെച്ച് ആ ഒരു ഡ്രസ്സിനെ അനുകരിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ത്രീകളുടെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ ദൈവവചന പ്രകാരമുള്ള സ്ത്രീകൾ ഇങ്ങനെ യോഗ്യമല്ലാത്ത വസ്ത്രങ്ങളൊന്നും ധരിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവവചനം അനുസരിക്കുന്നവർ, അല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല, അത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ ദൈവവചനം നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ദൈവവചന പ്രകാരം ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ നമ്മള് ചിന്തിക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ വിവിധ രീതിയിലുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മള് പുറപ്പാട് പുസ്തകം 35-25 വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 35-25 കടന്നു വരുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ അവിടെ സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈ കൊണ്ട് നീല നൂലും ധൂമ്ര നൂലും ചുവപ്പ് നൂലും പഞ്ഞി നൂലും കൊണ്ടുവന്നു. അപ്പം പഴയ നിയമത്തിലൊക്കെയും സ്ത്രീകൾക്ക് സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന ചില ജോലികൾ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന വേലകളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യായാധിപൻ എന്ന നിലയിൽ നമ്മൾ ന്യായാധിപന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്,
അക്കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അപ്പൊ പ്രവാചകന്മാരും ഉണ്ട്, പ്രവാചകികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഒരുപാട് പ്രവാചകികൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അന്നും പ്രവാചകിമാരും ഉണ്ടായിരുന്നു. 5:7 വായിക്കുമ്പോൾ 5-ാമത്തെ അധ്യായം 7-ാം വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 5:7. ദബോറയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ മാതാവ് എഴുന്നേൽക്കും വരെ അവരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സഭയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരോപകാര തൽപര എന്നുള്ള കാര്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ വൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. അപ്പൊ ദാനധർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നു. അതായത് യെരൂശലേമിൽ 55 കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള തുറമുഖമായിരുന്നു യോപ്പ. തബീത ഒരു അരാമ്യ പദവും അതായത് ദൊർക്കോസ് എന്ന ഗ്രീക്ക് പദവുമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന. പാവപ്പെട്ടവരുള്ള സമീപനത്തിൽ ഇവളെല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു എന്നാണ് അവളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ചിലർ മാത്രമേ ഇപ്രകാരം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഗലാത്യരുടെ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നു. 2:10 രേഖപ്പെടുത്തിയിരിക്കുക 10-ാമത്തെ വാക്യത്തിൽ എഴുതിയ ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 19:21 നമ്മൾ വായിക്കുന്നു 21-ാമത്തെ വാക്യത്തിൽ. മത്തായിയുടെ സുവിശേഷം 19:21 യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ അവൻ എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും സ്ത്രീകള് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. സഭാസേവനത്തിൽ നമുക്ക് കാണുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം റോമർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 16-ാം അധ്യായത്തില് 1-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ്, നമ്മുടെ സഹോദരിയും ക്രെങ്കെ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവും വണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടത് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷതാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. അപ്പം കേക്രയിലെ സഭ എന്ന് പറയുന്ന അവിടെ ഒരു ഫേബയുണ്ട്. ഫേബ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു ശുശ്രൂഷക്കാരിയാണ്. അതായത് ഡീക്കൻസ്, മൂപ്പത്തി എന്ന് വിവർത്തനം ചെയ്യുവാൻ കഴിയും. സഭയിലെ ഏതോ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമായിരുന്നു ഫേബ വഹിച്ചിരുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലന്റെ കത്തുകളൊക്കെ സഭയിലേക്ക് എത്തിക്കുന്നത് വലിയ പങ്ക് ഫേബയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കൊരിന്ത്യയിൽ നിന്ന് ഏകദേശം 7 മൈൽ അകലെയുള്ള ഒരു തുറമുഖമായിരുന്നു കെംക്രയ. പൗലോസിന്റെ കത്തുമായി അവൾ റോമിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് അവളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവേൻ. അപ്പൊ മറിയ എന്ന് പറയുമ്പം മറിയ എന്നും അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ സ്ത്രീകളെയും എടുത്തു പറയുന്നുണ്ട്. അപ്പം സ്ത്രീകൾ, വിശുദ്ധരായ സ്ത്രീകൾ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സാക്ഷാൽ ഇണയായുള്ളവേ എനിക്ക് തുണ നിൽക്കണമേ എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ഈ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ സ്ത്രീകളും ഉണ്ടായിരുന്നു
എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുക. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ്. അപ്പൊ പൗലോസ് അപ്പോസ്തലന് ആത്മീയമായ ജ്ഞാനമുണ്ടായിരുന്നു. അവരുടെ പേര്, ആ സ്ത്രീയുടെ പേര്, അതായത് ക്ലെമന്റിന്റെ പേര് ജീവ പുസ്തകത്തിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ അവിടെ പറയുന്നു. അപ്പോ 2-ാം വാക്യത്തിൽ ഇത് കർത്താവിൽ ഏകജനതയോടെ ഇരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദികയെയും പ്രബോധിപ്പിക്കുന്നു. അപ്പോ വിശ്വാസികളായി 2 സ്ത്രീകൾ ആരാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും അവരെന്താണ്, പക്ഷെ അവരുടെ വഴക്ക് പൗലോസ് ഒരു അപകട സൂചന നൽകി. അപ്പം വഴക്ക് പിടിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, വഴക്കാളികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുടെ കലഹങ്ങളെ പരിഹരിക്കാൻ പൗലോസ് അവരോട് യാചിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവവചന പ്രകാരമല്ലാതെ വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി സ്ത്രീകളുടെ ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4:10 നമ്മൾ വരുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറി കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂനേംകാരത്തിയെ വിളിക്കുക. അപ്പൊ ശൂനേംകാരത്തി എന്ന് പറയുന്ന ഒരു വിശുദ്ധ സ്ത്രീ പഴയ നിയമത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ദരിദ്രരോട് ദയ കാണിക്കുക. ആ സദൃശ്യവാക്യങ്ങൾ 31:20 നമ്മൾ വായിക്കുന്നു. 31:20 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടും എന്ന് അവിടെ കാണുന്നു. അപ്പം സ്ത്രീയെ കുറിച്ച് അങ്ങനെ നല്ല വിശുദ്ധരായ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിൽ മത്തായിയുടെ സുവിശേഷം 27:55 നമ്മൾ വായിക്കുമ്പോൾ 55-ാമത്തെ വാക്യത്തിൽ 55-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കുക. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിശുദ്ധനായ സ്ത്രീകൾ കർത്താവായ യേശുക്രിസ്തുവിന് ശുശ്രൂഷ അർപ്പിച്ചു പോരുന്നു, അല്ലെ? അതാണ് അവിടെ 57-ലും 55-ലും 56-ലും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം 37-ഉം 38-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 37-ൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടികൾ കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ല വിശുദ്ധരായ സ്ത്രീകൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവരെയൊക്കെയും ഇന്നത്തെ സ്ത്രീകൾ എന്ത് ചെയ്യണം? കർത്താവിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇവരെയൊക്കെ മാതൃകയാക്കേണ്ടതാണ്. അങ്ങനെയാണ് അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്ത്രീകൾക്ക് നല്ല അവർക്കതിന് സാധിക്കും എന്നുള്ളതാണ്. ദൈവവചനം അനുസരിക്കുന്ന സ്ത്രീകൾക്ക് അതിന് കഴിയും എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ക്ലെമന്തിനെ പോലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പെടുവാൻ അത് നേരത്തെ തന്നെ കാരണമാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 16-ാം അധ്യായത്തിൽ 3-ഉം 6-ഉം നമ്മൾ വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു: ക്രിസ്തയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരെ പ്രിസ്കയെയും അഖില്യാവെയും വന്ദനം ചെയ്യുവിൻ. ക്രിസ്തയേശുവിൽ എന്റെ കൂട്ടുവേലക്കാർ. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ കൂട്ടുവേലക്കാരായിരുന്നു പ്രിസ്കില്ലയും അഖില്യാവും
എല്ലാവരെയും എന്ത് ചെയ്യണം? വന്ദനം ചെയ്യുവിനെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെയ്യുവിൻ. അത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. മറിയ എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം നയിച്ച ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 16-ന്റെ 12ലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫന്നയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസീസിന് വന്ദനം ചൊല്ലുവീൻ എന്നും അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 1 തിമോത്തിയോസ് 5:10 നമ്മൾ വായിക്കുന്നു. 1 തിമോത്തിയോസ് 5:10, 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വിധവ മക്കളെ വളർത്തുകയോ അതിഥി സൽക്കാരിയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴിയുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവസ്ഥൽ പ്രവൃത്തിയും ചെയ്തതുപോലെ ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. അപ്പൊ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം? 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് സൽക്കരിക്കുക. അപ്പൊ അതിഥി സൽക്കാരം, റോമർക്ക് എഴുതിയ ലേഖനം 12:13 നമ്മൾ വായിക്കുമ്പോൾ റോമർ 12:13 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി നമ്മള് സ്ത്രീകൾ ഭാര്യമാരെന്ന നിലയിൽ ഇനി നമ്മള് ചെറുപ്പക്കാരെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മള് സ്ത്രീ ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 18 അതുപോലെ തന്നെ 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിന്, അനന്തര യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പുരുഷൻ എപ്പോഴും എന്താണ്, ഭാര്യ ആവശ്യമാണെന്നുള്ള പൊതുവായ ഒരു തത്വം ദൈവം തന്നെ അവിടെ വെച്ചു, അല്ലെങ്കിൽ ദൈവം തന്നെ നിശ്ചയിച്ചതാണ് വിവാഹം അല്ലെങ്കിൽ ഭാര്യയായിരിക്കുക എന്നുള്ള കാര്യം ദൈവം തന്നെ നിശ്ചയിച്ചതാണ് എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷെ അതെല്ലായ്പ്പോഴും എന്തല്ല, ബാധകമല്ല. മനുഷ്യകുലം ഉണ്ടാകാൻ ആദ്യം മനുഷ്യന് ഒരു ഭാര്യ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് വിവാഹം കഴിക്കുക എന്ന ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട വ്യക്തി വിവാഹം കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ ദൈവത്തിന് വേണ്ടി ഷണ്ണന്മാരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല. കാരണം അവര് ഇപ്പൊ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചരിത്രത്തിൽ അദ്ദേഹം കല്യാണം കഴിച്ചതാണെന്ന് സുവിശേഷം നിമിത്തം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി എന്നൊക്കെയാണ് ദൈവവചനത്തിൽ കാണുന്നില്ല എങ്കിലും ചരിത്ര രേഖകളിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ദേഹമായി തീരുമെന്നും അവിടെ രേഖപ്പെടുത്തുക. അത് പുരുഷൻ എന്ത് ചെയ്യണം, അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കും, അവർ ദേഹമായി തീരുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. സങ്കീർത്തനം 128-3 വരുമ്പോൾ, സങ്കീർത്തനം 128-3 നമ്മൾ കാണുന്നു. 3-ാമത്തെ വാക്യത്തിൽ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ഉണ്ടോ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, അതാണ് ഭർത്താവിനെ ആദരിക്കുകയും സ്നേഹത്തോടെ മക്കളെ പരിപാലിച്ചുകൊണ്ട് ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ കുറിച്ച് ദൈവാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്. ഒരു ഭാര്യയുള്ള ഒരു കുടുംബം ഏറ്റവും സന്തോഷകരമായ കുടുംബമായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 തിമോത്തി 5:14 നമ്മൾ വരുമ്പോ, 1 തിമോത്തി 5:14
14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഇളയ വിധവമാർ വിവാഹിതരായി പുത്രസമ്പത്തുണ്ടാക്കി വീട്ടുകാരെ നോക്കി വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ തങ്ങളുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കുന്നവരായും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും തങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ പരിശീലിക്കപ്പെടേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് ഇതൊക്കെ ഞങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നൊക്കെ അവര് ചോദിക്കും. പക്ഷെ ദൈവവചന പ്രകാരമുള്ള വ്യവസ്ഥകൾ, ദൈവവചനം അനുസരിക്കുന്ന സ്ത്രീകൾ ഇവയൊക്കെയും അനുസരിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കിളമ്പന്തിനെ പോലെ, കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുമ്പോൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവന്റെ വചനങ്ങളെ അനുസരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അതാണ് അതിന് തരുവാനുള്ള ഏറ്റവും വലിയൊരു നിർദ്ദേശം എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന സ്ത്രീ ജനങ്ങളോട്. അപ്പോ 1 പത്രോസ് 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 5-ാം വാക്യത്തിൽ ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് തങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്, അല്ലേ? അന്ന് അതുകൊണ്ട് ഡൈവോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോ കീഴടങ്ങിയിരിക്കാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ടാണ് ഡൈവോഴ്സിന്റെ എണ്ണമൊക്കെ ഈ കാലങ്ങളിൽ കൂടുന്നത്. 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു, നന്മ ചെയ്യുകയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളെയും ഭയപ്പെടാതെ ഇരുന്നാൽ നിങ്ങളും അവളുടെ മക്കളായി തീരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ സദൃശ്യവാക്യങ്ങൾ 12:4 നമ്മൾ വരുമ്പോ, സദൃശ്യവാക്യങ്ങൾ 12:4, 12-ാം അധ്യായം 4-ാമത്തെ വാക്യം: സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. അപ്പൊ സാമർത്ഥ്യമുള്ള സ്ത്രീ എന്താണ്? ഭർത്താവിന് എപ്പോഴും ഒരു കിരീടം, അല്ലെ? ഇവിടെ സാമർത്ഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമർഥ്യമല്ല, ദൈവവചന പ്രകാരം ജീവിക്കുന്നതിലുള്ള സാമർഥ്യത്തെ കുറിച്ചാണ്. ദൈവവചനം അനുസരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും ഭർത്താവിന് എപ്പോഴും എന്താണ്? ഒരു കിരീടമാണ് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? 18:22 നമ്മൾ വായിക്കുമ്പോൾ, 18-ാം അധ്യായം സദൃശ്യവാക്യങ്ങൾ 18:22 നമ്മൾ വായിക്കുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. അപ്പൊ എന്താണ്? ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു ഭാര്യയെ കിട്ടുന്നവൻ എന്താണ്? അവന് നന്മയാണ് കിട്ടുന്നത്, അതൊന്നും കിട്ടുന്നില്ല, നന്മ കിട്ടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 12:4 നമ്മൾ സദൃശ്യവാക്യം 12:4 വരുമ്പോ, സദൃശ്യവാക്യങ്ങൾ 12:4 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമാണ് നമ്മൾ വായിച്ചു. 19:14 നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? 19:14 പറയുന്നു, 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഭവനവും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. അപ്പൊ എന്താണ്? ദൈവപ്രകാരമുള്ള, ദൈവത്താൽ ബുദ്ധിയുള്ള ഒരു ഭാര്യ അവർ എന്താണ്? കർത്താവിന്റെ ദാനം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 31:10 പറയുന്നു, സദൃശ്യവാക്യം 31:10 വരുമ്പോ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറിയത്. അപ്പൊ സാമർത്ഥ്യം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ദൈവപ്രചാര പ്രകാരം ജീവിക്കുന്ന ഒരു സ്ത്രീയെ ആർക്ക് കിട്ടുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവളുടെ വില എന്താണ്? മുത്തുകളിലും വിലയേറിയതാണ് എന്നവിടെ സദൃശ്യവാക്യക്കാരൻ അവിടെ ചമച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി 2:18 വരുമ്പോ, ഉൽപ്പത്തി 2:18 വരുമ്പോ 18-ാമത്തെ, അനന്തര യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നതല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ നിയോഗമാണ്
അവനൊരു തുണ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യ എടുക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കുകയും വരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെ കുറിച്ചും ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെ കുറിച്ചും അവർക്ക് ജന്മം നൽകുന്ന അപ്പന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അപ്പൊ യഹോവയ്ക്ക് ചില വ്യവസ്ഥകളുണ്ട്. ദൈവ പൈതലിന് ഒരു ഭാര്യയെ ലഭിക്കുന്നതിൽ, നല്ലവളായ ഒരു ഭാര്യ അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒരു ഭാര്യയെ ലഭിക്കുന്നതിനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഒരു ഭാര്യയെ കുറിച്ച്, ആ അനുഗ്രഹത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ഇനി നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്, എങ്കിലും ദുർനടപ്പോർത്ത് ഓരോ പുരുഷനും സ്വന്തം ഭാര്യയും ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അവിടെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു സ്ത്രീയുടെ ശരീരത്ത് തൊടുവാൻ അവളുടെ ഭർത്താവിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ എന്താണ് വളരെയധികം തെറ്റായ ഒരു പാനലിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവവചന പ്രകാരം എന്താണ്? ദൈവവചനത്തെ അനുസരിക്കുന്ന സ്ത്രീകൾ അവരുടെ ശരീരത്തിന്മേൽ ഉള്ള അവകാശം ആർക്കാണ്? ഭർത്താവിന് മാത്രമേ അവിടെ അധികാരം കൊടുത്തിട്ടുള്ളൂ. മറ്റൊരാൾക്കും അധികാരം അവിടെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഭർത്താവിന്റെ ശരീരത്തിന് അവനല്ല ഭാര്യയ്ക്കത്ര. അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യവും ഭാര്യയുടെ കാര്യവും പറയുന്നുണ്ട്, അല്ലെ? രണ്ടുപേരും തുല്യരാണ് ആ കാര്യത്തിൽ. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ തൊടാനുള്ള അധികാരം, വേറെ ആരെയും തൊടുവാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും ദുർനടപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലതെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലതെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സ്ത്രീയെ തൊടുന്നത് തെറ്റാണെന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യയെയും ഭർത്താവും മാത്രം, അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനും മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം തൊടാനുള്ള അവകാശമേ ഉള്ളൂ, അധികാരമേ ഉള്ളൂ. ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ള, വേറെ ആർക്കും അധികാരമില്ല എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലെ? ഇന്നത്തെ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ കാലങ്ങൾ മാറി, നൂറ്റാണ്ട് മാറി എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവവചനത്തിൽ പ്രകാരം, അല്ലെങ്കിൽ ദ കോർട്ട് ഓഫ് ദ ജസ്റ്റിസ് ഓഫ് ദ ലോ ഓഫ് ദ ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. കർത്താവിന്റെ കോടതിയിൽ അതൊന്നും ശരിയല്ല എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. കാരണം ഇതാണ് ദൈവവചനം അനുശാസിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. 8-ാമത്തെ വാക്യം, വിവാഹം കഴിക്കാത്തവരും വിധവമാരും എന്നെ പോലെ താമസിക്കുന്നത് അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹം വിവാഹിതൻ ആയിരുന്നത് കൊണ്ടാണ്. ചിലർ പറയുന്നു അദ്ദേഹം വിവാഹം കഴിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മാവിൽ ഉണ്ടായതാണെന്ന്. പക്ഷെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. സുവിശേഷ വേല നിമിത്തം അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ, അല്ലെ? എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ദൈവവചനത്തിൽ നിന്ന് മാറ്റിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, അങ്ങനെ ഒരുവൻ തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നത് നന്ന്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. അങ്ങനെയും അവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയും, അല്ലെ?
ഇനി 19:14 സദൃശ്യവാക്യങ്ങൾ 19:14 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 14-ാമത്തെ പവനവും സമ്പത്തും പിതാക്കന്മാർക്ക് വച്ചിരിക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയും യഹോവയുടെ ദാനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. 31:11 വരുമ്പോൾ 31:11 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തും, ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അപ്പൊ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് ദൈവവചനം അനുശാസിക്കുന്ന സ്ത്രീകളെ കുറിച്ച്. ഇനിയും പറയുവാൻ ഒരുപാടുണ്ട്. ഇനിയുള്ള അവസരത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതായിരിക്കും. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. രോഗികളായിട്ട് ഭാരപ്പെടുന്നവർക്കെല്ലാം ദൈവം കർത്താവായ യേശുക്രിസ്തു സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ അന്യനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, സ്തോത്രം.